ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഗണിതത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റെഡിയാണോ? നമുക്കറിയാം, ഇത് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സമ്മാനം എന്നുള്ളതാണ്. ജ്വാല ക്ലബ്ബ് പുതുവർഷ ആഘോഷത്തിന് പ്രസംഗ മത്സരം നടത്തി. വിവിധ വിഭാഗങ്ങളിലായി 4 പേർ വിജയികളായി. വിജയികൾക്ക് 500 രൂപ വീതമാണ് സമ്മാനം. സമ്മാന കവറിൽ വയ്ക്കാനായി എടുത്ത നോട്ടുകളും അവയുടെ എണ്ണവും എഴുതിയ പട്ടിക നോക്കൂ. വിട്ട ഭാഗം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നോക്കൂ, 100 രൂപ നോട്ടുകൾ മാത്രമാണുള്ളത്. അത് നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് കൂട്ടുകാരെ? ഡാഷ് ഇൻറ്റു 100 ഈക്വൽ ടു എന്താണ്, സമം 500 എത്ര 100 രൂപയുടെ നോട്ടുകൾ ഉണ്ടെങ്കിലാണ് 500 രൂപയാവുക? 5 എണ്ണമാണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് 500. ഇനി രണ്ടാമത്തേത് 10 രൂപ നോട്ടുകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഡാഷ് ഇൻറ്റു 10 സമം 500. എത്ര 10 രൂപയുടെ നോട്ടുകൾ വേണം 500 ആവണമെങ്കിൽ? 50 എണ്ണം വേണം അല്ലേ. അപ്പോൾ 50 ഇൻറ്റു 10 എന്ന് പറയുന്നതാണ് 500. ഓക്കെ, 50 ഇൻറ്റു 10 എന്ന് പറയുന്നത് 500. ഇനി മൂന്നാമത്തത് നോക്കൂ. മൂന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് 100 രൂപ നോട്ടുകളും 50 രൂപ നോട്ടുകളുമാണ് ഉള്ളത്. ഓക്കെ, 100 രൂപ നോട്ടുകളും 50 രൂപ നോട്ടുകളും. 4 ഇൻറ്റു 100 400, 2 ഇൻറ്റു 50 100, 400ഉം 100ഉം കൂടെ കൂട്ടുമ്പോൾ 500. ഇനി 3 തരം നോട്ടുകളുണ്ട്, പക്ഷേ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് കൂട്ടിക്കഴിഞ്ഞാൽ 500 കിട്ടണം. അപ്പോൾ ഏതൊക്കെയായിരിക്കും കൂട്ടുകാരെ? നമുക്ക് എഴുതാം 100 രൂപയുടെ നോട്ട് എന്ന് ആദ്യം എഴുതാം അല്ലേ. 100 രൂപയുടെ നോട്ട് 3 എണ്ണം. അപ്പോൾ എത്രയായി? 300 രൂപയായി അല്ലേ. 300 രൂപയായി. ഇനിയോ, ഇനി 50 രൂപയുടെ നോട്ടാണ്, അതും 3 എണ്ണമാണ്. ഓക്കെ, 3 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 150 രൂപയായി. ഇനിയോ, ഇനി 10 രൂപയുടെ നോട്ടാണ്. ഇനി ബാക്കി എത്ര ഉണ്ട് കൂട്ടുകാരെ? ഇപ്പം 450 ആയല്ലേ. ഇനി 50 ആണ് വേണ്ടത്. അപ്പോൾ 5 എണ്ണം മതി. ഓക്കെ, 5 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. ഇനി ഇത് കൂട്ടുകാർ കൂട്ടി നോക്കൂ. 300 പ്ലസ് 150 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 500. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. എത്ര രൂപ നോട്ടുകൾ ചേരുമ്പോഴാണ് ശരിയായിട്ടുള്ള സംഖ്യ ആവുന്നത് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രവർത്തനമാണ് ക്രിക്കറ്റ് കളി. ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ. കാട്ടിൽ ക്രിക്കറ്റ് കളി നടക്കുന്നു. പാന്തേഴ്സ് ക്ലബ്ബും ടസ്കർ ക്ലബ്ബും തമ്മിലാണ് കളി. ആദ്യ ബാറ്റ് ചെയ്തത് ടസ്കർ ക്ലബ്ബാണ്. അവരുടെ സ്കോർ നോക്കൂ. ജാങ്കോ ആന 125 റൺസ്, മുട്ടൻ സിംഹം 109 റൺസ്, സ്പീഡി കുതിര 75 റൺസ്. ഇപ്പോൾ ടീം പാന്തേഴ്സ് ക്ലബ്ബിലെ ജമ്പൻ പുലിയും 120 റൺസും ട്രിക്കി കുറുക്കൻ 92 റൺസും എടുത്ത് ബാറ്റ് ചെയ്യുകയാണ്. ഇനി ടസ്കർ ക്ലബ്ബ് എത്ര റൺസ് നേടി എന്നാണ് ആദ്യം നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടസ്കർ ക്ലബ്ബ് എത്ര റൺസ് നേടി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ് കൂട്ടുകാരെ? നോക്കൂ, ടസ്കർ ക്ലബ്ബ് എത്രയാണ് നേടിയിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം, ജാങ്കോ ആന, മുട്ടൻ സിംഹം, അതുപോലെ തന്നെ സ്പീഡി കുതിര, ഇവർ 3 പേരും നേടിയിട്ടുള്ളത് നമ്മളൊന്ന് കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ജാങ്കോ ആന ഉള്ളത് 125 ഓക്കെ, 125. മുട്ടൻ സിംഹം 109, അതുപോലെ സ്പീഡി കുതിര 75. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ കൂട്ടുകാരെ, എത്ര കിട്ടുന്നത്? എത്രയാണ്? 309. ഓക്കെ, 309 റൺസാണ് കിട്ടുന്നത്. ഇനി പാന്തേഴ്സ് ക്ലബിന് ഇപ്പോൾ എത്ര റൺസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര റൺസാണ്? അവിടെ 120 റൺസ് കിട്ടിയിട്ടുള്ളത് ജമ്പൻ പുലിക്കും, അതുപോലെ 92 റൺസ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ട്രിക്കി കുറുക്കനുമാണ്. അപ്പോൾ എത്രയാണ്? നമുക്ക് നോക്കാം. 120ഉം അതുപോലെ തന്നെ പ്ലസ് 92ഉം എത്രയാണ്? 212 റൺസാണ്. ഇനി പാന്തേഴ്സ് ക്ലബിന് ജയിക്കാൻ ഇനി എത്ര റൺസ് കൂടി വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര റൺസ് ആയിരിക്കും കൂട്ടുകാരെ വേണ്ടത്? കാരണം നമ്മുടെ ടസ്കർ ക്ലബ്ബ് കിട്ടിയിട്ടുള്ളത് 309, മറ്റേ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 212. അപ്പോൾ ഇനി എത്ര വേണം? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കണം. ഓക്കെ, 309 കുറക്കണം 212, എത്ര റൺസ് വേണം? 97 റൺസാണ് വേണ്ടത്. 97നേക്കാൾ കൂടുതൽ വേണം. അപ്പോൾ 97 ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 98 റൺസ് ഉണ്ടായാൽ മാത്രമേ ജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ,
കാരണം എന്താണ് 97 രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണം അല്ലേ. അപ്പോൾ 98 റൺസ് നേടണം. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പ്രവർത്തനം 3 അളവ് എഴുതാം. ഇവിടെ എന്താണ് ചിത്രത്തിൽ കാണുന്ന അളവ് പാത്രങ്ങൾ കൊണ്ടും തൂക്കക്കട്ടി കൊണ്ടും അളക്കുമ്പോൾ കിട്ടുന്ന അളവും യൂണിറ്റും എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് 2 തവണ അളക്കുമ്പോൾ എത്രയാണ്? 10 മില്ലി ലിറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 200 മില്ലിയുടേതാണ്. അത് 4 തവണ അളക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ 200 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 200 × 4 എന്ന് പറയുന്നത് എത്ര? 800 ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 200 × 4 ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 800 മില്ലിയാണ്. ഓക്കെ, 800 മില്ലി. ഇനി അടുത്തത് ഇവിടെ 1 ലിറ്ററിൻ്റെ പാത്രമാണ്. അത് 3 തവണയാണ് അളക്കുന്നത്. അപ്പോൾ എത്രയായിരിക്കും? 1 × 3 = 3. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 3 ലിറ്ററാണ്. ഇനി അടുത്തത് 500 ഗ്രാമിൻ്റേതാണ്. അതെന്താ ചെയ്യുന്നത്? 4 തവണ അളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 500 × 4 ചെയ്ത് നോക്കുക. എത്രയാണ് കൂട്ടുകാരെ ഉത്തരം എന്ന് പറയുന്നത്? 500 × 4 എന്ന് പറഞ്ഞാൽ 2000 കിലോഗ്രാമാണ്. ഓക്കെ, 2000 കിലോഗ്രാം എന്ന് പറയുന്നത് 2000 ഗ്രാമാണ് വരുന്നത്. 2000 ഗ്രാമാണ്. 2000 ഗ്രാം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാമാണ്. ഓക്കെ, 2 കിലോഗ്രാം. മനസ്സിലായില്ലേ? നമുക്കറിയാം 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാമാണ്. ഓക്കെ, 1 കിലോഗ്രാമാണ്. ഇനി താഴെ നോക്കൂ. 3ാം ക്ലാസ്സിലെ ലേജുവിൻ്റെ ഉയരവും ഭാരവും അളന്നത് തന്നിരിക്കുന്നു. ശരിയായ യൂണിറ്റ് എഴുതി ചേർക്കുക. ഉയരം 128, ഭാരം 35. അപ്പോൾ ഉയരം 128 എന്തായിരിക്കും? 128 എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററാണ്. ഓക്കെ, സെൻറ്റിമീറ്ററാണ്. ഇനി ഭാരം 35 എന്ന് പറയുന്നത് കിലോഗ്രാമാണ്. ഓക്കെ, 35 കിലോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇവിടെ പ്രവർത്തനം 4 പച്ചക്കറി തോട്ടം. മിലൻ്റെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും ഇന്ന് ലഭിച്ച പച്ചക്കറികളുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓരോ പച്ചക്കറിയും എത്ര എണ്ണം എന്ന് പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പച്ചക്കറിയുടെ പേര് എഴുതണം. മത്തങ്ങ ഇവിടെ തന്നിട്ടുണ്ട്. മത്തങ്ങ, തക്കാളി, വെണ്ടക്ക, ഉരുളക്കിഴങ്ങ്, ഉള്ളി. അപ്പോൾ ഇത് ഓരോന്നും നിങ്ങൾ എണ്ണി നോക്കുക, എന്നിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മത്തങ്ങ എണ്ണി നോക്കാം. ഓക്കെ, മത്തങ്ങ എവിടെയാണ് കൂട്ടുകാരെ? മത്തങ്ങ എന്ന് പറയുന്നത് ഇതാണല്ലേ. 1 2 3 4 5 6 7 ആണ്. മത്തങ്ങ എന്ന് പറയുന്നത് 7 എന്ന് എഴുതുക. ഇനി തക്കാളിയോ? തക്കാളി ഇവിടെ നോക്കൂ. തക്കാളി 1 2 3 4 5 6 7 8 തക്കാളിയാണുള്ളത്. അപ്പോൾ ഇവിടെ 8 എന്ന് എഴുതാം. വെണ്ടയ്ക്ക എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 എണ്ണമാണ്. വെണ്ടക്ക എന്ന് പറയുന്നത് 10. ഇനി ഉരുളൻകിഴങ്ങ് എവിടെയാണ് കൂട്ടുകാരെ? ഉരുളൻകിഴങ്ങ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഉരുളൻകിഴങ്ങ് ഇതാണല്ലേ. 1 2 3 4 5 6 ഉരുളൻകിഴങ്ങാണുള്ളത്. ഇനി ഉള്ളി നോക്കൂ. ഉള്ളി 1 2 3 4 5 6 7 ഉള്ളിയാണുള്ളത്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ള ചോദ്യം നമുക്ക് നോക്കാം. ഒരേ എണ്ണം കിട്ടിയ പച്ചക്കറികൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് 7 8 10 6 7. ഇതിൽ ഒരേ എണ്ണം കിട്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഒരേ എണ്ണം പച്ചക്കറി ഉള്ളത് ഉള്ളിയും അതുപോലെ തന്നെ മത്തങ്ങയുമാണ്. ഓക്കെ, ഉള്ളിയും മത്തങ്ങയും. ഇനി അടുത്തത് പട്ടികയെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം എഴുതുക. എന്തെഴുതാം നമുക്ക്? ഏറ്റവും കൂടുതൽ ഉള്ള പച്ചക്കറി ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെറിയൊരു ചോദ്യം ഉണ്ടാക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കാർഡ് കളിയാണ് 5ാമത്തെ പ്രവർത്തനം. അജയും മിലനും കാർഡ് കളിക്കുകയാണ്. പെട്ടിയിൽ നിന്നും 24 കാർഡ് എടുത്ത് തുല്യമായി വീതിച്ച് കളി തുടങ്ങി. ഓരോരുത്തരുടെയും കയ്യിൽ എത്ര കാർഡുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആകെയുള്ളത് എത്രയാണ്? 24 കാർഡാണുള്ളത് അല്ലേ. 24 കാർഡാണ് ആകെയുള്ളത്. അപ്പോൾ അതെന്താണ്? 2 പേർക്കും തുല്യമായി വിധിച്ചു. അഥവാ 24 ഹരിക്കണം 2 എത്രയാണ്? 12 കാർഡുകളാണ് ഒരാളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഇനി ഒരു കളി കഴിഞ്ഞപ്പോൾ 2 കൂട്ടുകാർ കൂടി വന്നു. അവർ എല്ലാവരും കൂടി പുതിയ കളി തുടങ്ങാൻ കാർഡുകൾ വീതം തുല്യമായി വീതിച്ചു. ഇപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര കാർഡുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒന്നെങ്കിൽ 24-നെ നമ്മൾ എന്ത് ചെയ്യണം 24 ഹരിക്കണം 4 എന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉത്തരം 6 കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഈ 12-നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാലും നമുക്ക് 6 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 4 പേർ കൂടി വന്നു. പെട്ടിയിൽ നിന്നും 24 കാർഡുകൾ കൂടി എടുത്ത് നേരത്തെയുള്ള കാർഡിനോട് ചേർത്ത് വെച്ചു. പുതിയ കളി തുടങ്ങാൻ കാർഡുകൾ തുല്യമായി വീതിച്ചു. ഇപ്പോൾ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര കാർഡുകൾ ഉണ്ടാവും? ശരിയായത് ഉത്തരത്തിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എത്രയായിരിക്കും കൂട്ടുകാരെ ഉണ്ടായിരിക്കുക? ഇപ്പോൾ വീണ്ടും 24 എടുക്കുകയാണ് ചെയ്തത് അല്ലേ? അഥവാ 24 കാർഡ് ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ വീണ്ടും 24 കാർഡ് എടുത്തു. അപ്പോൾ എത്രയാണ്? 4 4 8 2 2 4 48 കാർഡുകൾ ഉണ്ട്. ഇനി എന്ത് ചെയ്തു? ഇതിനെ വീണ്ടും തുല്യമായിട്ട് ഭാഗിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ആദ്യം ഉണ്ടായിരുന്ന കളിക്കാർ 4 പേരായിരുന്നു അല്ലേ? പിന്നെയും 4 പേരാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 8 പേരായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 48-നെ നമ്മൾ 8 കൊണ്ട് ഹരിച്ചു നോക്കുക. ഓക്കെ, 8 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 6 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ 6 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ക്ലോക്കിലെ സമയത്തിനെ കുറിച്ചിട്ടാണ്. ക്ലോക്കിലെ സമയം എഴുതിയും സൂചികൾ വരച്ചു ചേർത്തും പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൂട്ടുകാർ നോക്കൂ, ഇത് ഏത് സമയമാണ്? ചെറിയ സൂചി 2-ലേക്കാണ് അല്ലേ? വലിയ സൂചി എന്ന് പറയുന്നത് 12-ലേക്കാണ്. അഥവാ കറക്റ്റ് 2 മണിയാണ് സമയം. ഇനി നമ്മളുടെ അടുത്ത് 2:15 വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെയായിട്ട് 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലായിട്ട് ചെറിയ സൂചി വരയ്ക്കുക. അതുപോലെ 3-ന് നേരെ വലിയ സൂചിയും വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് 1:45 വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 1-ൻ്റെയും 2-ൻ്റെയും ഇടയിലായിട്ട് 2-ൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയ സൂചി വരച്ചു കൊടുക്കുക. 45 എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ? 9 ആണ്. ഓരോന്നും 5 മിനിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ 45 എന്നെത്തുമ്പോൾ 9-ലേക്ക് വലിയ സൂചിയും വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഇനി അടുത്തത്, ചെങ്ങന്നൂരിലെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകാനായി തൻവി വർക്കലയിൽ നിന്നും ട്രെയിൻ കയറി 3:30-ന്. യാത്ര തുടങ്ങിയ ട്രെയിൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊല്ലത്ത് നിന്നും 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരിലും എത്തി. ട്രെയിൻ കൊല്ലത്ത് എത്തിയ സമയം എത്രയാണ്? കൊല്ലത്ത് എത്തിയത് എപ്പോഴായിരുന്നു? അരമണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലേ? അഥവാ 3:30-ൽ നിന്നും അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 3:30-ൻ്റെ കൂടെ വീണ്ടും 30 മിനിറ്റും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്രയാണ്? 4 മണിയാണ് ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 4 മണിക്ക് കൊല്ലത്തെത്തി. ഇനി ട്രെയിൻ ചെങ്ങന്നൂരിലെത്തിയ സമയം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 4 മണിക്കാണ് ഇവിടെ കൊല്ലത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെങ്ങന്നൂരിലെത്തിയത്. അപ്പോൾ സമയം എന്ന് പറയുന്നത് 5 മണിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവർക്കും A+ തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെ ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക നിങ്ങൾക്കും. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാ മാത്സിലെ എല്ലാതും പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.